ആ ഒന്ന് പെട്ടെന്ന് വരുമോ? അല്ലെങ്കിലേ എനിക്കുള്ള ബസ് അതിന്റെ വഴിക്കങ്ങ് പോവേ. ആ ശരി. ഹലോ ശരത്തണ്ണ, അവളെ കണ്ടു. ആരെയോ കാത്തു നിൽക്കുവാണെന്ന് തോന്നുന്നു. എന്താണെന്ന് നോക്കിയിട്ട് വിളിക്കണ്ണ. ശരി. എത്തിയോ? ഞാനിപ്പോ താമസിക്കുന്നിടത്തുനിന്ന് കുറച്ചേറെ ദൂരമുണ്ട് ഇവിടേക്ക് എത്താൻ. ഒരു റിമോട്ട് ഏരിയയാണ് മാഡം. ശേഖർ എന്തിനാ ടൗൺ വിട്ടിട്ട് അത്രയും ദൂരെ പോയി താമസിക്കുന്നേ? സത്യം പറഞ്ഞ ശരത്തിനെ ഭയന്ന് തന്നെ. അമ്മയും 3 പെങ്ങന്മാരും എനിക്ക്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വല്ലതും തിരക്കായിരുന്നോ? അല്ല മാഡം, ഒരു സംശയം. പൊന്നുമണിയെ തിരിച്ചു കിട്ടി. ആ കേസിൽ തന്നെ ശരത്തിന് നല്ല ഒന്നാന്തരം പൂട്ട് വീഴുകയും ചെയ്തു. അതിന്റെ കൂടെ ഇനിയൊരു പുതിയ അന്വേഷണത്തിന്റെ കാര്യമുണ്ടോ? അവനെക്കുറിച്ചുള്ള തെളിവ് ശേഖരണം മാത്രമല്ല ലക്ഷ്യം. യഥാർത്ഥത്തിൽ അവൻ ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടിയാ. അവൻ എന്നോടുള്ള പകയുടെ കാരണം കണ്ടെത്താൻ. ഇതൊക്കെ ഞാനും സമരം പലതവണ ചോദിച്ചിട്ടുള്ളതാ. ഓ, എങ്ങനെയെങ്കിലും ഒന്ന് മാഡത്തിനെ കല്യാണം കഴിക്കണമെന്ന് മാത്രം അവൻ പറഞ്ഞിട്ടുള്ളത്. ശരത്തിന്റെ വീട്ടുകാരെ കുറിച്ചൊന്നും അവൻ പറഞ്ഞിട്ടില്ലേ? നിത്യക്ക് പോലും അറിയത്തില്ല. പിന്നെ എനിക്ക് മാഡം ഫോണിലൂടെ പറഞ്ഞൊരു കാര്യം കറക്റ്റാ. ആരുടെയോ മൃതശരീരം ഏറ്റുവാങ്ങാനും ദഹിപ്പിക്കാനും ഒക്കെയാ അവൻ നാട്ടിലെത്തിയത്. എറണാകുളത്ത് നിന്നാണ് ബോഡി ഏറ്റുവാങ്ങിയത്. അതൊക്കെ കഴിഞ്ഞാണ് ഞാൻ അവൻ്റെ കൂടെ കൂടിയത്. അതെങ്ങനെയോ? എങ്ങനെയോ തലവിധി. കാല് തെറ്റി ചെളിക്കുണ്ടി വീണ അതിലുണ്ടാവുമല്ലോ മാഡം, പുളവൻ മുതൽ ചീങ്കണ്ണി വരെ. ശരത്തണ്ണ, വന്നതാ ശേഖര. അവനും കൂടി ഒരു ബൈക്ക് ആക്സിഡന്റ് ഡെഡിക്കേറ്റ് ചെയ്തേക്കട്ടെ. പറ്റിയാൽ അടുത്ത ദിവസം തന്നെ സമറിനെ ഒന്ന് കാണണം. ശരത്തിനെ കുറിച്ച് കിട്ടാവുന്ന വിവരങ്ങളെല്ലാം കളക്ട് ചെയ്യണം. ചെയ്യാം മാഡം. ആ ഒരു മിനിറ്റ്. ദാ ഇത് വെച്ചോളൂ. അയ്യോ, കാശൊന്നും വേണ്ട മാഡം. ആ ഇത് ശേഖരനല്ല, ഇത് അനിയത്തിമാർക്കാ. വെച്ചോളൂന്നേ. താങ്ക് യു മാഡം. ആ